കൊടകര ഷഷ്ടി കഴിഞ്ഞ് പോകുന്ന വഴിയാണ് കേട്ടോ. ഷഷ്ടി കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നതെന്ന് നരനോട് ചോദിക്കരുത് കേട്ടോ. കാരണം വീഡിയോസുകൾ ഇങ്ങനെ അപ്പാപ്പം എടുത്ത് വെക്കും. എല്ലാ വിശേഷങ്ങളും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം. പക്ഷേ ഈ എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് വീട്ടിലങ്ങനെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത സമയത്താണ് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കയറി നോയ്സുകൾ കയറി വരും. കല്യാണിക്കുട്ടി എന്നുള്ള ദിവസം എനിക്ക് വോയിസ് കൊടുക്കാനേ പറ്റാറില്ല. അങ്ങനെ ഞങ്ങൾ അമ്മാമ്മനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നൈറ്റിലേക്ക് കൂട്ടിന് വേണ്ടിയിട്ട് ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നല്ലോ കാവടിയും ഒക്കെ കാണാനൊക്കെ ആയിട്ട്. വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ആൾ പിറ്റേ ദിവസം രാവിലെ വരുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ കിടക്കാറില്ല. ഞാനും കണ്ണനും കല്യാണിയും കിടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചേട്ടനും അമ്മയ്ക്കൊന്നും വലിയ ധൈര്യമില്ല ഞങ്ങളെ കിടത്താനായിട്ട്. പേടിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ പേടിയൊന്നും പറയാനില്ല. പക്ഷെ അവരിങ്ങനെ പേടി പറയുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ തോന്നും. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും അമ്മ വരാനായിട്ട് അമ്മ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനിയിപ്പോൾ അമ്മയ്ക്കൊന്നും പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് കിടന്നേ നിവർത്തിയുള്ളൂ. അപ്പോൾ അമ്മയും കൂടെയുള്ള സന്തോഷത്തിൽ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഞങ്ങൾ കിടന്നത്. വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ മുകളിൽ പോയിരുന്നു കേട്ടോ. നല്ല മഞ്ഞും നല്ല തണുപ്പും. പിന്നെ ഈ 2 പിള്ളേർക്ക് മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ഇപ്പം എനിക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇത്തിരി മടിയൊക്കെ ആയിരുന്നു പോകാനൊക്കെ. പക്ഷെ ഇപ്പം ഞാൻ അവിടെ ക്ലീനാക്കി ആക്കിയിട്ടിരിക്കുന്നത് കാരണം എനിക്കും ഇഷ്ടം. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നല്ല സുഖമാണ്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. നമുക്ക് ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അമ്പലം കാണാം, ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ സ്കൂൾ കാണാം, ഫ്രണ്ടിലാണെങ്കിൽ കുറേ വാഴത്തോപ്പുകൾ കാണാം. അപ്പോൾ അങ്ങനെ നല്ലൊരു മൈൻഡാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് കത്തിയൊക്കെ വെച്ചിരുന്നിട്ടാണ് കേട്ടോ വന്ന് കിടക്കാനൊക്കെ വന്നത്.